ഹലോ, എല്ലാവർക്കും സീതയായി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കണേ, നാച്ചുറൽ ഹെയർ ഡൈ. അപ്പം ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. പക്ഷേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നല്ല സാധനം വേറെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇതിൽ തന്നെ 2 സൈസ് കാണിക്കുന്നുണ്ട്. അതിൽ എണ്ണ ഇട്ടിട്ട് ഒരിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ പ്രത്യേകം ഇത് എന്താ പറയണത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ആ എണ്ണ ഇട്ടത് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യണവരാണെങ്കിൽ ശരി, ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്തായാലും ഇതിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ 2 സൈസ്, അതായത് എണ്ണ ഇട്ടത് നമ്മൾ ഡെയിലി വെറുതെ ഒന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. പിന്നെ മറ്റേത് നമ്മൾ ഒരു ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും അതായത് എല്ലാ സൺഡേയിലും ഞാനിത് ഈ പാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം അല്ലാത്ത ദിവസമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുളിക്കണേക്കാട്ട് മുമ്പ് കുറച്ച് നേരം ഒന്നിങ്ങനെ തേച്ച് വെക്കും. അങ്ങനെ ആകുമ്പോൾ ഗ്രാജുവലായിട്ട് നമുക്കിത് കറുത്ത് വരും. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ എണ്ണ ഇട്ടിട്ട് നമുക്കത് മാറ്റി വെച്ചേക്കണം. അത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഈ വെറ്റിലയും കരിഞ്ജീരകവും നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടാണ് ഇന്ന് ചെയ്യുന്നത്, തേയില. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിലയുടെ കറയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വെറ്റിലയുടെ കറ നമുക്ക് ഈ ചായപ്പൊടിയിലോട്ടും കരിഞ്ജീരകത്തിലോട്ടും ഇറങ്ങി നമുക്ക് നല്ല കറുപ്പ് കിട്ടും മുടിക്ക്. പിന്നെ വേറൊരു കെമിക്കൽ എന്ന് പറയുന്ന സാധനം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ ചേട്ടനും ഞങ്ങൾ 2 പേരും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. 2 പേരും ഞങ്ങൾ ശനിയാഴ്ച രാത്രി ഇത് ഉണ്ടാക്കി വെക്കും. ഞായറാഴ്ച ഡെയിലി ഇത് വെറുതെ ഒന്ന് നമ്മൾ അങ്ങോട്ട് തേച്ച് കൊടുക്കും, ഈ പാക്ക് ഇട്ട് കൊടുക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഗ്രാജുവലായിട്ട് നമുക്ക് കറുത്ത് പോകും. പിന്നെ പിന്നെ വരുന്ന മുടിയും നമുക്ക് ഒരിക്കലും നരച്ച മുടി പിന്നെ നമുക്ക് വരില്ല. ആ നരച്ച മുടിയും കൂടെ നമ്മളിത് എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണല്ലേ, അപ്പോൾ അത് കറുത്ത് വരും. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ നാച്ചുറൽ ഡൈ എന്നും പറഞ്ഞ് ഇതാക്കരുത്. ഇതിൽ പരം ബെസ്റ്റ് സാധനം വേറെ ഇല്ല. കരിഞ്ജീരകമാണ് മെയിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വെറ്റില, തേയിലപ്പൊടി ഒക്കെയാണ്. അപ്പം ഇത് സമാധാനപരമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ലൈക്ക് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അപ്പോൾ കമൻറ്റിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ലൈക്കാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ ചായപ്പൊടിയാണ്. കണ്ടോ, 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കരിഞ്ജീരകം. ഇത് കരിഞ്ജീരകം ഞാൻ നന്നായിട്ട് പൊടിച്ചു വെച്ചിരുന്ന സാധനമാണ്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പൊടിച്ച് ഞാൻ അരിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചായപ്പൊടി കരിഞ്ജീരകവും കൂടി നല്ല പോലെ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ല കറുത്ത നിറം വരണ വരക്കും നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ രണ്ടും എന്താ പറയുക, കരിഞ്ജീരകം നന്നായിട്ട് ഇത് പൊടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചായപ്പൊടി നമുക്ക് എന്തുമാത്രം ഗുണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചായ വെള്ളമൊക്കെ നമുക്ക് പാക്കായിട്ട് ഇടാറുണ്ട്. കരിഞ്ജീരകവും ഇത് രണ്ടും മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനവും. നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദോഷവും വരത്തില്ല. നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരും. പിന്നെ എല്ലാവർക്കും മടി എന്താണെന്ന് വെച്ചാൽ ഒറ്റ യൂസിൽ പെട്ടെന്ന് അങ്ങോട്ട് റിസൾട്ട് കിട്ടണമെന്നാണ് എല്ലാവരും പറയുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ വേണ്ടതെന്ന് അറിയോ? നമ്മുടെ വെറ്റില ഉണ്ടോ? ഇതുപോലെ 2 വെറ്റില നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കത് ഇതിലോട്ട് അരിഞ്ഞിടണം. ചെറുതാക്കി വേണം അരിഞ്ഞിടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി. ഇത് ഞാൻ ചെമ്പരത്തിയുടെ പൂവുണ്ട്, മുട്ടുമൊക്കെ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ല സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ എന്ന് പറയുമ്പം ഇങ്ങനത്തെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ മുടി കറപ്പിച്ചെടുക്കുന്നത്. നമ്മളിതിൻ്റെ അകത്തോട്ട് വെറ്റിലയിട്ട് നമ്മുടെ ചെമ്പരത്തി ഇട്ട് ഇനി നമുക്കതിലോട്ട് വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടി ഇടാം, അതല്ലെങ്കിൽ ഫ്രഷ് നെല്ലിക്ക ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പം മുടി നമ്മൾ കൂടുതൽ കറുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ വേണ്ടി മുടിക്കിടെ തലയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന സാധനവുമാണ്. അപ്പോൾ നമുക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. ഈ ഡൈയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക്, അല്ലെങ്കിൽ കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഡൈ ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ ഒരു പാട് വരും, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഇതില്ലേ ചെമ്പരത്തിയുടെ വെറ്റിലയുടെയൊക്കെ ഇത്, ആ പാക്ക് നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഇത് നന്നായിട്ട് വേവിച്ച് എടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നമ്മുടെ വെറ്റിലേന്ന് ഒരു കറ ഇറങ്ങും. വെറ്റിലയുടെ കറയും ചെമ്പരത്തിയുടെ ഇതിൽ നിന്നുള്ള ഇത് ഇറങ്ങിയാണ് നമ്മുടെ മുടി കറപ്പിക്കുന്നത് കൂടുതലായിട്ട്. അപ്പം ചിലവർ ആദ്യം വെറ്റില വെള്ളമിട്ട് തിളപ്പിക്കും, അതല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ച് ഇതാക്കി ആ വെറ്റിലയുടെ സത്ത് എടുക്കണം. അതായത് വെറ്റിലയുടെ കറയെ, അതാണ് നമ്മുടെ മുടി കൂടുതലായിട്ട് നമുക്ക് കറുപ്പിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ തിളപ്പിക്കുമ്പോഴേക്കും ഇതിങ്ങനെ കറുപ്പ് നിറമായിട്ട് വരും. അപ്പം നമ്മളെപ്പോഴും നാച്ചുറൽ ഡൈ ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കി വെച്ചേക്കാം. അതായത് ഒരു 3-4 ദിവസം നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഇപ്പം ആദ്യമായിട്ട് തേക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങളുടെ സമയം പോലെ പിറ്റേ ദിവസം ഇത്തിരി കൂട്ടിക്കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങളുടെ മുടി കറക്കാൻ തുടങ്ങും. ഏറ്റവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വന്ന മുടിയും കൂടി നമുക്ക് കറുത്ത് വരുമെന്നുള്ളതാണ്. നമുക്ക് പിന്നെ നര അങ്ങനെ ഉണ്ടാവത്തില്ല. ഈ നര ഇപ്പോൾ ഉള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യണവർക്കാണ് കൂടുതലായിട്ട് നമുക്ക് ഈ നര കാണിക്കുന്നത്. അതേസമയത്ത് നാച്ചുറലായിട്ട് ഉപയോഗിക്കണം. ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് തേക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടി മുഴുവൻ കറുത്ത് വരിക. ഇനി നമുക്ക് നമ്മുടെ കരിഞ്ജീരകവും ആവശ്യത്തിനനുസരിച്ച് കരിഞ്ജീരകവും നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടില്ലേ അതും കൂടി നന്നായിട്ട്
നമ്മളൊന്ന് കണ്ടോ നമ്മുടെ ശരിക്ക് കറുത്ത് പോകുന്നൊക്കെ കണ്ടോ, നമ്മുടെ വേപ്പിലയുടെ വേപ്പില നമ്മുടെ വെറ്റിലയുടെ കറയാണ് ഇപ്പം ഇറങ്ങിയേക്കുന്നത്. വെറ്റിലയുടെ കറയും പിന്നെ നമ്മുടെ കരിഞ്ജീരകവും ഇതെല്ലാം കൂടി ചേർന്ന് നാളെ ഒരു ഓവർനൈറ്റ് നമ്മളിത് വെച്ചേക്കുന്നു. അപ്പം ഇത് അധികം ലൂസായിട്ട് നമ്മൾ ഒരിക്കലും ഇത് ഉണ്ടാക്കി വെക്കരുത്. അപ്പം നാളെ ഇനി കുറച്ചുകൂടി പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നല്ലതായിട്ട് ഇത് വേവിച്ചാണ് കുറുക്കി ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഇതൊന്ന് വെച്ചേക്കണം. നാളെ ഇതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഡൈ എല്ലാം റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? തൈരിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. അപ്പം ഈ തൈര് നമ്മുടെ മുടി നന്നായിട്ട് കറപ്പിക്കുന്നതാണ്. അപ്പം ചിലവരൊക്കെ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു വെക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സാധനം നമ്മളിതിൽ വേറെ ചേർക്കുന്നില്ല. നാച്ചുറൽ ഡൈ ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൈരും കൂടി ഇതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടക്കറുപ്പ് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ ആണ്. അപ്പോൾ ഡൈയുടെ ഈ കൂട്ട് നോക്കി നമ്മുടെ കണ്ടോ, നല്ല കറുപ്പ് പോലെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഓവർനൈറ്റ് വെക്കാണ്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്, എന്നാലേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് നമുക്ക് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് മാറ്റി കുറച്ച് നമുക്ക് എണ്ണ ഇട്ടിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതി. തലയിൽ ഒഴിക്കണ ഏതെണ്ണയെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഹെയർ ഡൈ തലയിൽ പുരട്ടി വെക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 സൈസിൽ പുരട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഇപ്പോൾ എണ്ണ ഇട്ടാലും ശരി എന്തിട്ടാലും ശരി, നിങ്ങൾ ഈ ഡൈ ദിവസവും തലയിൽ കുറച്ച് നേരം ഇത് അപ്ലൈ ചെയ്ത് വെക്കണം. നിങ്ങളൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ എന്തെങ്കിലും ജോലി ചെയ്യണ സമയത്ത് നിങ്ങൾ ഈ ഡൈ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങളിപ്പോൾ ഡെയിലി ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ വേറെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് തലയിൽ കുറച്ച് നമ്മൾ എണ്ണ പുരട്ടണ പോലെ തന്നെ കുറച്ച് പുരട്ടുക. അപ്പം നമുക്കിത് ഡെയിലി പുരട്ടുമ്പം നമുക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ നാച്ചുറൽ ഡൈ അങ്ങോട്ട് തലയിലോട്ട് ശരിക്കും പിടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ പുരട്ടുന്നവരാണെങ്കിൽ പറയും ദേ കളഞ്ഞ ഉടനെ തന്നെ പോയി. ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക, തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാനെപ്പോഴും പറയില്ല, ഇപ്പോൾ കൺമഷി നമ്മൾ കുറേ ദിവസം കണ്ണിൽ എഴുതി വരുമ്പോൾ പിന്നെ നമുക്ക് കണ്ണിൻ്റെ അവിടെ കറുത്തിരിക്കണ കാണാം. ആ സമയത്ത് കണ്ണെഴുതാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും വെളുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കണ്ണെഴുതുമ്പോൾ ആ കറുപ്പ് കിട്ടണ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ് നമ്മുടെ ഈ
ഹെയർ ഡൈ. പിന്നെ ഞാനപ്പം പിന്നെ കുറച്ച് ഇങ്ങനെയും കൂടി ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അധികം ദിവസം ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഈ എണ്ണ ചേർത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തും വെക്കാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നേരിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള പാകത്തിനുള്ളതാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് എണ്ണ ചേർത്ത് വെക്കണം. അപ്പം ഇത് തേയിലയും കരിഞ്ചീരവും കൂടി ആകുമ്പോൾ മുടി കറക്കാനായിട്ട് ഇതിലും ബെസ്റ്റ് സാധനമില്ല, അത്രയും പവറുള്ളതാണിത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കണം. ഇത് എന്നാലുള്ള നിൽക്കിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇത്രയും ദിവസം ചെയ്ത നമ്മുടെ നാച്ചുറൽ ഡൈ ഞാൻ കുറേ ദിവസം കാണിച്ചായിരുന്നല്ലോ, അതുപോലത്തെ അല്ല ഇത്, അതിലും നല്ല പവറുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ചേട്ടൻ്റെ മുടി ഡൈ ചെയ്യാൻ പോവാണ്. നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ എപ്പോഴും കെമിക്കലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര തല ചൊറിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയണം, നമ്മൾ വിചാരിച്ച ആ റിസൾട്ടൊന്നും കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പുരട്ടിയാണ് ഇപ്പോൾ നമുക്കിത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ പുരട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ 2 പേരും ഒരുപോലെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി പിന്നെ നമ്മുടെ നരക്കാളൊന്നും കറുത്ത് തന്നെ വരും, നരക്കത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്താലും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നാച്ചുറൽ ഡൈയിലോട്ട് മാറാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു മടിയും കൂടാണ്ട് മുടങ്ങാണ്ട് ആഴ്ചയിൽ നമ്മളിത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഞാനിതിൽ പറഞ്ഞേക്കണ പോലെ തന്നെ അത് ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ നമുക്ക് ഇങ്ങനെ ഈ പാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ കെമിക്കലിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇതിലോട്ട് തന്നെ മാറിയേക്കണേണ്. അപ്പം ഞാൻ ഹെന്ന ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ ഈ നാച്ചുറൽ ഡൈ ആയപ്പോൾ അങ്ങോട്ടും ഇപ്പം മാറി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കെമിക്കൽ ചെയ്യത്തില്ല. കെമിക്കൽ ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോഴും ഉള്ള മുടിയും കൂടി നമ്മുടെ കൂടുതൽ നരച്ചേ വരുള്ളൂ. അപ്പം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. ഇത് തന്നെ നമുക്ക് മീശക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു കുഴപ്പവും ഉണ്ടാവില്ല. കെമിക്കലൊക്കെ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ മുഖത്തോട്ടുമൊക്കെ അതിൻ്റെ അലർജിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മുടങ്ങാണ്ട് ആഴ്ചയിൽ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ എൻ്റെ തലയിൽ ഇവിടെയൊക്കെ കണ്ടോ, അതേ നരച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എപ്പോഴും ഇപ്പം നാച്ചുറൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറലും ഹെന്നയൊക്കെ ഞാൻ യൂസ് ചെയ്യും. അപ്പം മിക്കവാറും ഞാൻ നാച്ചുറൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് തന്നെ കറുപ്പ് നിറം കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞാനിത് നാച്ചുറൽ ഡൈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തു കൊടുക്കും. ഇപ്പോൾ കണ്ടത് ഇവിടെയൊക്കെ നമ്മുടെ നരച്ച മുടിയുണ്ട് ഉണ്ടോ. അപ്പം അത് നമ്മൾ ആഴ്ച ചെയ്തു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നാച്ചുറൽ ഡൈ തന്നെ നമുക്ക് പിടിക്കും. വേറെ ഒന്നിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡൈ ഒക്കെ പുരട്ടി കൊടുക്കാം. എൻ്റെത് ഇവിടെയാണ്, ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് എനിക്ക് കൂടുതലായിട്ട് നരച്ചേക്കുന്നത്. അപ്പം പിന്നെ ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ട്, എൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ നരച്ചിട്ടില്ല. അപ്പം ഞാനെപ്പോഴും നാച്ചുറൽ ഡൈ ആകുമ്പോൾ നമുക്ക് വേറെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ നമുക്കത് ഗ്രാജുവലായിട്ട് കറുത്ത് പോയിക്കോളും. അല്ലാണ്ട് ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്യണവർക്ക് നമ്മുടെ ഡൈ പിടിക്കാണ്ടിരിക്കുകയില്ല. നാച്ചുറൽ ഡൈ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ പറ്റാത്തവർ, ഇപ്പോൾ എപ്പോഴും നമുക്കത് നാച്ചുറൽ ഡൈ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താ വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സൺഡേ ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അല്ലാത്തവർക്ക് വീട്ടിലൊക്കെ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 സൈസ് പറഞ്ഞില്ല എണ്ണയുടേതും,
അത് നന്നായിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ തേച്ച് നിൽക്കുക. എന്നിട്ട് കഴുകി കളയുക. എന്നിട്ട് അങ്ങനെ ഒരു കുറച്ച് ദിവസം അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ തന്നെ ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നരച്ച മുടി അങ്ങനെ വരത്തില്ല. അതും കൂടി നമുക്ക് ബ്ലാക്കായിട്ട് വരും. അതാണ് ഈ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യണതിൻ്റെ ഒരു ഗുണം. അപ്പം എനിക്കൊക്കെ ഈ ഫ്രണ്ടിലൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഇത് യൂസ് ചെയ്യണതുകൊണ്ട് എനിക്കങ്ങനെ പിന്നെ ഒരു നരയൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്നെ അറിയത്തില്ല, പക്ഷേ എന്നെ അറിയണവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും മനസ്സിലാവും. എൻ്റെ മുടി നരച്ചതല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ എക്സ്ട്രാ വേറെ നരച്ച കയറിയൊന്നും വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതെപ്പോഴും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണതല്ലേ ഇങ്ങനെ ആഴ്ചയിൽ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച് വെക്കുമ്പോൾ കരിഞ്ജീരകം കുറച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അങ്ങോട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ച് വെക്കണം കേട്ടോ. അരിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലുള്ളൂ നമുക്കിത് തലയിൽ പിടിക്കുള്ളൂ. നല്ല ഇപ്പോൾ നമ്മൾ സാധാരണ ഹെന്ന പൗഡറൊക്കെ മേടിക്കണ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ച് വെച്ചാൽ മാത്രമേ തലയിൽ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ തൈര് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്തായാലും ഇതിൽ ആഡ് ചെയ്തിരിക്കണം. ചെറുനാരങ്ങയല്ല നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്, തൈര് തന്നെ ചെയ്യണം. തൈരും തേയിലയും പിന്നെ നമ്മുടെ വെറ്റില അരച്ച് ചേർത്ത് വെക്കണം. അപ്പം തൈര് ഇങ്ങോട്ടൊക്കെ നിലത്തോട്ടൊക്കെ വീഴുന്നു. അപ്പം തേയില, കരിഞ്ജീരകം, തൈര്, അപ്പോൾ ഇത് മൂന്നും ചേർന്നാലുള്ള ഗുണം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ വെറ്റില, ചെമ്പരത്തി, ഇത് ഇടയ്ക്കൊന്ന് ഒരു ദിവസം അങ്ങ് ചെയ്തു വെച്ചാൽ മതി. നിങ്ങൾക്കുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടായിരിക്കും. കുറച്ച് എണ്ണ ഇട്ട് വെക്കുക, അത് പുറത്ത് വെക്കുക. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇതിനിപ്പോൾ ഇട്ട ഉടനെ തന്നെ എനിക്ക് ഇപ്പോൾ അടുത്ത ദിവസം കമൻറ്റ് വരും, ഇത് കൊള്ളത്തില്ല, ഇത് പറ്റില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിലയുടെ കറയാണ് വെറ്റിലയാണ് നമ്മളിതിലിട്ടേക്കുന്നത്. പിന്നെ കരിഞ്ജീരകവും ഇതെല്ലാം. അപ്പോൾ വെറ്റിലയുടെ കറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് ഭയങ്കര കറുപ്പ് നിറം കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ വെറ്റില ഇട്ട് അരച്ചെടുത്തേക്കുന്നത്. വെറ്റിലയും ചെമ്പരത്തിപ്പൂ. അപ്പം ഞാൻ 3-4 ഹെയർ ഡൈയുടെയൊക്കെ ഇത് കാണിച്ചായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ വെറ്റിലയുടെ കറയുള്ളവരുടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നല്ല കറുപ്പാകാനായിട്ട് നമുക്ക് പറ്റി. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉണ്ടാക്കി അങ്ങ് വെക്കുക. ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് പുരട്ടാനുള്ള പാക്കിനുള്ളത് മാറ്റി എടുക്കുക. ബാക്കി നിങ്ങളിങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് തലയിൽ ഇങ്ങനെ നരച്ച ഭാഗമൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കുക. ഒരുപാട് നരച്ചവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കിപ്പോൾ ശരിക്ക് എന്താ പറയുക, ഗുണം കിട്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതല്ലേ നിങ്ങളുടെ ഒരു ഇത്. അപ്പം നിങ്ങൾ ആ നരയുള്ള ഭാഗത്ത് മാത്രം ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് തേച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ശരിയാണോ ഇല്ലയോ എന്ന് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ അകത്തോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആ ആവശ്യമുള്ള പാക്ക് മാത്രം നിങ്ങൾ അരച്ചെടുക്കുക. അപ്പോൾ ചെമ്പരത്തിയൊക്കെ എന്തുമാത്രം കിട്ടും നമുക്ക്. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് ഇത് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. കെമിക്കൽ ഞാനിപ്പോൾ ചേട്ടന് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചേട്ടൻ കെമിക്കൽ ചെയ്യുള്ളായിരുന്നു എപ്പോഴും. അപ്പോൾ കെമിക്കൽ ചെയ്തപ്പോൾ ഇത് പിടിക്കുമോ എന്നുള്ള സംശയമായിരുന്നു പുള്ളിക്ക്. അപ്പം ഞാനങ്ങനെ ഒരു ഡൈ എടുത്തിട്ട് ഇങ്ങനെ മീശക്ക് പുരട്ടി നോക്കി. നല്ലതായിട്ട് മീശ സോപ്പിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇത് പുരട്ടി കൊടുക്കണം. പുരട്ടി കൊടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഇതായി വരത്തില്ല. ഞാനിവിടെ സൺഡേ ഒക്കെ നിൽക്കുന്ന ദിവസം ഇങ്ങനെ സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ മീശയൊക്കെ നിറച്ചാക്കി വെക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു റിസൾട്ടും ഇല്ല, പെട്ടെന്ന് കഴിയിപ്പോവും. അങ്ങനെ നമ്മൾ ഗ്രാജുവലായിട്ടാണ് അങ്ങനെ മീശ കറുത്തത്. അതല്ലെങ്കിൽ ഈ മീശയുടെയൊക്കെ ഇവിടെ ഈ സൈഡ് എപ്പോഴും ഇങ്ങനെ നരച്ച് വരും. ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ അങ്ങനെയുള്ള കുഴപ്പമൊന്നും വരത്തില്ല.
മറ്റേത് നമ്മൾ ആണുങ്ങളിങ്ങനെ മീശ ഒക്കെ എത്ര ഡൈ ചെയ്താലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, കുറച്ച് കഴിയുമ്പോൾ അവരുടെ മേളിലിങ്ങനെ നമുക്ക് നര കാണാൻ പറ്റും. അപ്പോൾ ഇത് പറ്റി അങ്ങനെ കാണത്തില്ല. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഇത് ഞാൻ തുടച്ച് കഴിഞ്ഞാൽ എന്നിട്ടും കൂടി കൈ കറുത്തിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കരിഞ്ജീരകവും തേയില വെറ്റിലയുടെ മിടുക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മൾ നാച്ചുറൽ ഡൈ തന്നെ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള പണ്ടൊക്കെയാണ് നമുക്കിത് അറിയാവോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആർക്കറിയാം? നമ്മളൊന്നും ചെയ്യത്തില്ല. എല്ലാവരും കുറേ കെമിക്കൽ ഡൈ വാരി പരട്ടും. ഇതിൻ്റെയൊക്കെ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ്റെ തലമുടിയൊക്കെ ചെയ്തത് കണ്ടോ. അപ്പോൾ നല്ല കറുപ്പ് നിറമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിവായിട്ട് ഇതെന്തായാലും ആഴ്ചയിൽ തന്നെ ഇത് മുടങ്ങാണ്ട് ഇതങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ശരിക്കും കിട്ടും. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ആ വെറ്റിലയുടെ കറയില്ലേ, ആ വെറ്റിലയുടെ കറയും കരിഞ്ജീരകവും തേയിലപ്പൊടിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഇത് നമുക്ക് മീശക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എല്ലാവരും നേരിട്ട് എൻ്റെ ഇത് കണ്ടില്ലേ. അപ്പം ഞാൻ ഇത് തലയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തല വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. വെറുതെ മാത്രം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അതേ നോക്കിക്ക്, ഞാൻ ദേ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല എനിക്ക് ബാക്കിയുള്ള മുടിയും കൂടി നല്ല കറുപ്പാവും. അതാണ് നമ്മൾ നാച്ചുറൽ ഡൈ ചെയ്യണതിൻ്റെ ഒരു ഗുണം. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല റിസൾട്ടുണ്ട്. ഷാമ്പു ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഇടുന്ന ദിവസം മാത്രം ഷാമ്പു ഇട്ടാൽ മതി. ഇത് നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും ഷാമ്പു വാഷ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്